ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ സെപ്റ്റംബർ 23-24 തീയതിയിലെ പ്രധാന കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. സെപ്റ്റംബർ 23 പ്രത്യേകത അന്താരാഷ്ട്ര ആംഗ്യ ഭാഷാ ദിനമാണ്. 2025 പ്രമേയം നോ ഹ്യൂമൻ റൈറ്റ്സ് വിത്തൗട്ട് സൈൻ ലാംഗ്വേജ് റൈറ്റ്സ് എന്നതാണ്. ഏഷ്യയിലെ ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റ് സുരേഖ യാദവ്. 2025 സെപ്റ്റംബറിൽ ഗുജറാത്ത് തീരത്ത് തീ പിടിച്ച ചരക്ക് കപ്പൽ PDI 1383 ഹരിദാസ്. 2025 സെപ്റ്റംബറിൽ ഏത് രാജ്യത്തെ ആദ്യ വനിതാ അറ്റോർണി ജനറൽ ആയാണ് സബിത ഭണ്ഡാരി നിയമിതയായത്? നേപ്പാൾ. 2025 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് അമേരിക്ക. 2ാം സ്ഥാനം കെനിയയും 3ാം സ്ഥാനം കാനഡയുമാണ്. ഇന്ത്യക്ക് മെഡലുകളൊന്നും ലഭിച്ചില്ല. 2025 ബാലൻ ഡിയോർ പുരസ്കാരമാണ്. മികച്ച പുരുഷ ഫുട്ബോൾ താരം ഒസുമാനെ, ഫ്രാൻസിന്റെ ഒസുമാനെ ഡെംബലെ. മികച്ച വനിതാ താരം സ്പെയിനിന്റെ ഐതാന ബോൺമാറ്റി. മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം, യുവതാരത്തിന് നൽകുന്ന പുരസ്കാരം അറിയപ്പെടുന്നത് റെയ്മണ്ട് കോപ്പ ട്രോഫി എന്നതാണ്. പുരസ്കാരം നേടിയത് ബാഴ്സലോണയുടെ സ്പാനിഷ് താരം ലാമിൻ യമാൽ ആണ്. മികച്ച കോച്ചായത് PSG ലൂയി എൻഡറിക്ക. അക്കാദമി ഓഫ് പൾമണറി ആൻഡ് ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ ദേശീയ സമ്മേളനമായ പൾമോക്കോൺ 2025 വേദി കുമരകം. പ്രവാസി മലയാളികൾക്കായുള്ള നോർക്ക അവതരിപ്പിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ. പട്ന ഹൈക്കോടതി പുതിയ ചീഫ് ജസ്റ്റിസ് പവൻ കുമാർ ഭീമപ്പ ഭജന്ത്രി. CISF പുതിയ ഡയറക്ടർ ജനറൽ ആയത് പ്രവീർ രഞ്ജൻ. അടുത്തിടെ വേലുനാച്ചിയാരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് ചെന്നൈ. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയത് സ്മൃതി മന്ദാന. വിരാട് കോഹ്ലിയുടെ റെക്കോർഡാണ് സ്മൃതി മന്ദാന തകർത്തത്. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ചറി പ്രീമിയർ ലീഗിന്റെ ബ്രാൻഡ് അംബാസഡർ രാംചരൺ. തൊഴിലില്ലാത്ത ബിരുദധാരികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം 2 വർഷത്തേക്ക് സാമ്പത്തിക സഹായം നൽകുന്ന സംസ്ഥാനം ബീഹാർ. മാധവിക്കുട്ടി കടലിൻ്റെ നിറങ്ങൾ എന്ന ജീവചരിത്രം രചിച്ചത് ഡോക്ടർ K. ആശ. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് കേന്ദ്ര സർക്കാരിൻ്റെയും യൂറോപ്യൻ യൂണിയൻ്റെയും സഹകരണത്തോടെ 2 തീരങ്ങൾ ഒരേ കാഴ്ചപ്പാട് എന്ന പ്രമേയത്തിൽ ബ്ലൂ ടൈഡ്സ് കേരള യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവ് സംഘടിപ്പിച്ചത് കോവളം. 2025 അസർബൈജാൻ ഗ്രാൻഡ് പ്രിയിൽ കിരീടം നേടിയത് മാക്സ് വെസ്റ്റപ്പൻ. 2025 വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ഔദ്യോഗിക ഗാനം ബ്രിങ് ഇറ്റ് ഹോം ആലപിച്ചത് ശ്രേയ ഘോഷാലാണ്. 58 വർഷങ്ങൾക്കു ശേഷം UN സെഷനിൽ പങ്കെടുക്കുന്ന സിറിയൻ പ്രസിഡന്റ് അൽ ഷാറ. ഇൻഡോ ടിബറ്റൻ. 2025 സെപ്റ്റംബറിൽ നിയമിതനായ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഡയറക്ടർ ജനറൽ പ്രവീൺ കുമാർ. മൊറോക്കോ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. അന്താരാഷ്ട്ര നാണയനിധിയുടെ ആദ്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേൽക്കുന്നത് ഡാൻ കാറ്റ്സ്. IMFന്റെ മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീനയാണ്. 2025 ഭാരത് ഇന്റർനാഷണൽ റൈസ് കോൺഫറൻസ് വേദി ന്യൂഡൽഹി.